നമസ്കാരം. ജിയോ ടെക് സെൻട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. കാരണം അന്താരാഷ്ട്ര രാഷ്ട്രീയവും ആധുനിക സാങ്കേതിക വിദ്യകളും ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ ചാനലിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ഇതിലൊരു നിഗൂഢമായ പാറ്റേൺ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഒരു പ്രാദേശിക വിഷയം എന്നതിനപ്പുറം ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ഇന്റർനാഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് സെറ്റോടെ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നത് ഒരു നിർബന്ധമായി ഞാൻ കരുതുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു തമാശ മാത്രമോ അതോ ഇന്ത്യൻ കളർ റവല്യൂഷന്റെ ആദ്യ അധ്യായമോ? 2024 ബംഗ്ലാദേശ് കത്തുന്നു. കേവലം ഒരു വിദ്യാർത്ഥി സമരമെന്ന പേരിൽ തുടങ്ങിയ പ്രക്ഷോഭം ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ ഷെയ്ഖ് ഹസീനയുടെ 17 വർഷത്തെ ശക്തമായ ഭരണത്തെ തകിടം മറിക്കുന്നു. 2022 പാകിസ്ഥാൻ. ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ച ഇമ്രാൻഖാൻ എന്ന ജനപ്രിയ നേതാവ് ഒരൊറ്റ ആഭ്യന്തര വോട്ടിലൂടെ പുറത്താക്കപ്പെടുന്നു. ഇന്ന് അദ്ദേഹം ജയിലിലാണ്. 2025 ലഡാക്ക്. ഒരു ഗ്രാസ് റൂട്ട് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ജനങ്ങളുടെ ഹീറോ ആയ വ്യക്തി പിന്നീട് വിദേശ ഫണ്ടിംഗ് ലംഘനങ്ങളുടെയും പാകിസ്ഥാൻ ബന്ധത്തിന്റെയും ആരോപണങ്ങളിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റിലാകുന്നു. ഇപ്പോൾ 2026 ഇന്ത്യ. വെറും 7 ദിവസം, 2 കോടി ഫോളോവേഴ്സ്, ഒരു സാറ്റയർ പാർട്ടി അഥവാ പരിഹാസ പ്രസ്ഥാനം. ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്: ഇതൊക്കെ കേവലം യാദൃച്ഛികതകൾ മാത്രമാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകത്തെ ഉലച്ചുകളഞ്ഞ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിലെ ഇൻവെസ്റ്റിഗേറ്റീവ് യാഥാർത്ഥ്യങ്ങളാണ്. സുഹൃത്തുക്കളെ, ആദ്യം നമുക്ക് ലഭ്യമായ കൃത്യമായ വസ്തുതകൾ പരിശോധിക്കാം. 2026 മെയ് 15 ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു ഹിയറിംഗിനിടയിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ ജനരോഷത്തിന് കാരണമായി. ദേഷ്യവും നിരാശയും ഒന്നായ ആ നിമിഷത്തെയാണ് ഒരാൾ ഒരു ഡിജിറ്റൽ പ്രസ്ഥാനമാക്കി മാറ്റിയത്. അഭിജിത്ത് ദിപ്കെ എന്ന 30-കാരനായ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ചെയ്ത വ്യക്തിയാണ് ചിക്കാഗോയിലിരുന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപിക്കുന്നത്. ഭരിക്കുന്നവർ ജനതയെ കോക്രോച്ചുകളായി കാണുന്നുവെങ്കിൽ ഞങ്ങൾ കോക്രോച്ചുകൾ തന്നെയാകാം എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് അദ്ദേഹം വ്യക്തമാക്കിയത്. വെറും 5 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ ഭരണകക്ഷിയായ BJPയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഇത് മറികടന്നു. 3.5 ലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ മെമ്പർഷിപ്പ് ഫോം ഫിൽ ചെയ്തു. എന്നാൽ ഈ അസാധാരണമായ വളർച്ച പൂർണ്ണമായും ഓർഗാനിക്കായിരുന്നോ? 2026 മെയ് 21 ഇന്ത്യൻ സർക്കാർ IT ആക്ട് സെക്ഷൻ 69A പ്രകാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശാനുസരണം CJPയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു. ദേശീയ സുരക്ഷയ്ക്കും ഇന്ത്യയുടെ പരമാധികാരത്തിനും ഭീഷണിയാണ് എന്നതായിരുന്നു കാരണം. കേവലം ഒരു പരിഹാസ പ്രസ്ഥാനത്തിനു പിന്നിൽ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ എന്താണ് കണ്ടത്? ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അഭിജിത്ത് ദിപ്കെ? ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ ഇയാൾ 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രമുഖ പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടി മീം അധിഷ്ഠാനമാക്കിയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തിയ ആളാണ്. ഭരണകക്ഷിയിലെ ഒരു MP ഇതിനോടകം തന്നെ ഇയാളുടെ ബോസ്റ്റൺ യാത്രകൾക്ക് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ഉണ്ടോ എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയല്ല, ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. 2019 ആർട്ടിക്കിൾ 337 റദ്ദാക്കിയ സമയത്ത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകളെ അനുകൂലിക്കുന്ന രീതിയിലുള്ള നറേറ്റീവുകൾ പ്രചരിപ്പിച്ചു എന്ന ആരോപണത്തിൽ പുണെ പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. കൂടാതെ ഡിജിറ്റൽ വാച്ച്ഡോഗുകളുടെ നിരീക്ഷണമനുസരിച്ച് CJPയുടെ പ്രാരംഭഘട്ടത്തിലെ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില സംശയാസ്പദമായ അക്കൗണ്ടുകളുടെ വലിയ രീതിയിലുള്ള ആംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ചില പ്രമുഖ പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ ഈ പ്രസ്ഥാനത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു സാറ്റയർ മൂവ്മെന്റിനു പിന്നിൽ പ്രതിപക്ഷ ജനപ്രതിനിധികളുടെ പിന്തുണ, പാകിസ്ഥാൻ അക്കൗണ്ടുകളിൽ നിന്നുള്ള റീച്ച്, വിദേശത്തിരിക്കുന്ന ഫൗണ്ടർ, ഇതൊക്കെ കേവലം യാദൃശ്ചികതയാണോ? ഒരുപക്ഷെ അതേ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. നമുക്ക് അയൽ രാജ്യങ്ങളിലെ പാറ്റേൺ പരിശോധിക്കാം. 2024 ഓഗസ്റ്റ് 5
ബംഗ്ലാദേശിൽ 17 വർഷം ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്യം വിട്ടോടുന്നു. ഇതൊരു സ്വാഭാവിക ജനകീയ വിപ്ലവം മാത്രമായിരുന്നോ? വസ്തുതകൾ നോക്കാം. 2018 ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി USAID, NED എന്നിവയുടെ ഫണ്ടിങ്ങോടെ ബംഗ്ലാദേശിൽ പേയേഴ്സ് എന്നൊരു പ്രോഗ്രാം ആരംഭിച്ചു. ഭരണകൂടത്തിന്റെ പതനത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ആദ്യ ചുവടായിരുന്നു അത്. ഇനി ഇതിലേക്ക് ഒഴുകിയ പണത്തിന്റെ കണക്കുകൾ നോക്കൂ. ഈ അട്ടിമറി നടന്ന 2024 എന്ന ഒരൊറ്റ വർഷം മാത്രം ബംഗ്ലാദേശിലേക്കുള്ള US വിദേശ സഹായം എക്കാലത്തെയും ഉയർന്ന നിരക്കായ $570 മില്യൺ ഉയർന്നു. ഇതേ തുക അതിന് തൊട്ടടുത്ത വർഷങ്ങളിൽ കുത്തനെ കുറയുകയും ചെയ്തു. ഇതൊരു സാധാരണ വികസന സഹായത്തിന്റെ പാറ്റേൺ അല്ല. കൂടാതെ ബംഗ്ലാദേശിലെ ചില പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങൾക്കും യൂത്ത് ഓർഗനൈസേഷനുകൾക്കും ഈ വിദേശ ഫണ്ടിങ്ങിന്റെ ഡോക്യുമെന്റഡായ ചരിത്രമുണ്ട്. ഈ വിപ്ലവത്തിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് യൂനുസ് ക്ലിന്റൺ ഫൗണ്ടേഷനിൽ വെച്ച് പരസ്യമായി പറഞ്ഞത് ഇത് സാധാരണ യുവാക്കളുടെ രൂപത്തിലുള്ള മുൻകൂട്ടി കൃത്യമായി ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്നാണ്. അട്ടിമറി നടന്ന് ദിവസങ്ങൾക്കകം USAID പുതിയ ഇടക്കാല സർക്കാരുമായി $200 മില്യൺ കരാർ ഒപ്പിട്ടു. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു സർക്കാരിനെ മാറ്റി തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഭരണകൂടത്തെ കൊണ്ടുവരിക എന്ന അന്താരാഷ്ട്ര തന്ത്രമാണ് അവിടെ നടന്നത്. ഇനി പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ 2018 വലിയ ജനപിന്തുണയോടെ അധികാരത്തിൽ വന്ന ഇമ്രാൻഖാൻ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയോട് അടുത്ത ബന്ധം പുലർത്തി. 2022 മാർച്ച് 7 വാഷിംഗ്ടണിൽ വെച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ ഡൊണാൾഡ് ലൂ പാകിസ്ഥാൻ അംബാസഡറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നീട് ചോർന്ന രഹസ്യരേഖകൾ പ്രകാരം ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയാൽ പാകിസ്ഥാന് മാപ്പ് നൽകുമെന്നും അല്ലാത്ത പക്ഷം രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഈ കൂടിക്കാഴ്ച നടന്ന് കൃത്യം ഒരു മാസത്തിനുള്ളിൽ ഇമ്രാൻഖാൻ പുറത്താക്കപ്പെട്ടു. അതിനു തൊട്ടുപിന്നാലെ പാകിസ്ഥാൻ സൈന്യം യുക്രൈൻ യുദ്ധത്തിലേക്ക് വലിയ തോതിൽ വെടിക്കോപ്പുകൾ സപ്ലൈ ചെയ്യുകയും ചൈനയുമായുള്ള പ്രോജക്റ്റുകൾ സാവധാനത്തിലാക്കുകയും ചെയ്തു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയെ വിദേശ താൽപ്പര്യങ്ങൾക്കായി എങ്ങനെ മാറ്റാം എന്നതിന്റെ മറ്റൊരു തെളിവാണിത്. ഇനി ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ലഡാക്കിലേക്ക് വരാം. പ്രശസ്ത ക്ലൈമറ്റ് ആക്ടിവിസ്റ്റായ സോനാം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ലഡാക്കിന്റെ പ്രത്യേക പദവിക്ക് വേണ്ടിയുള്ള സമാധാനപരമായ സമരങ്ങൾ നടന്നിരുന്നു. ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും ന്യായമാണ്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും CBIയുടെയും അന്വേഷണത്തിൽ സോനാം വാങ്ചുക്കിന്റെ NGOകളിൽ വിദേശ ഫണ്ടിംഗ് ലംഘനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും കണ്ടെത്തുകയുണ്ടായി. ഗവൺമെന്റിന്റെ ആരോപണമനുസരിച്ച് ഈ സമരങ്ങളിലേക്ക് അറബ് വസന്തത്തിന്റെ അല്ലെങ്കിൽ അറബ് സ്പ്രിങ്ങിന്റെ മാതൃകകളും സമീപ രാജ്യങ്ങളിലെ സമരമുറകളും കടത്തിവിടാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടന്നു. ലഡാക്ക് പോലീസ് ചീഫിന്റെ പ്രസ്താവന പ്രകാരം ഈ സമരങ്ങളുടെ വീഡിയോകൾ പാകിസ്ഥാനിലേക്ക് അയച്ചുകൊടുത്ത ചില വ്യക്തികളെ അവർ തിരിച്ചറിയുകയും പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ഒടുവിൽ 2025 സെപ്റ്റംബറിൽ ലഡാക്കിൽ വൻ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യേണ്ടതായും വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യം ന്യായമായിരിക്കാം, പക്ഷേ ഒരതിർത്തി പ്രദേശത്ത് നടക്കുന്ന ജനകീയ സമരത്തിലേക്ക് വിദേശ സുരക്ഷാ താൽപ്പര്യങ്ങൾ കടന്നുകൂടിയാൽ ഇതൊക്കെ കോർത്തിണക്കി പരിശോധിച്ചാൽ ഇതിലൊരു കൃത്യമായ പാറ്റേൺ കാണാം. ഒന്നാമത്തേത്, ജനങ്ങളുടെ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ബംഗ്ലാദേശിലെ തൊഴിൽ സംവരണ പ്രശ്നം, ലഡാക്കിലെ പ്രത്യേക പദവി, അല്ലെങ്കിൽ ഇന്ത്യയിലെ CJP മുന്നോട്ട് വയ്ക്കുന്ന യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ, ഇവയെല്ലാം 100% യഥാർത്ഥ പ്രശ്നങ്ങളാണ്. അടുത്തതായി, വിദേശത്തുനിന്നുള്ള അക്കൗണ്ടുകളും NGOകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വിഷയത്തെ പെട്ടെന്ന് ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലേക്ക് വിദേശത്തുനിന്ന് പരിശീലനം ലഭിച്ച വ്യക്തികളും ആക്ടിവിസ്റ്റുകളും കടന്നുകൂടുന്നു. ഒടുവിൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ നിന്ന് മാറി അത് ഭരണകൂടത്തെയും രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെയും തകർക്കുന്ന രീതിയിലേക്ക് മാറുന്നു. മുൻ US കോൺഗ്രസ്മാൻ റോൺ പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാനെന്ന പേരിൽ പ്രവർത്തിക്കുന്ന പല US ഫണ്ടഡ് NGOകളും യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കാനാണ് പണം ഉപയോഗിക്കുന്നത്. ഇപ്പോ CJPയുടെ കാര്യത്തിലും സാധാരണക്കാരായ യുവാക്കളുടെ ദേഷ്യം യഥാർത്ഥമാണ്. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തോടുള്ള പ്രതികരണം ന്യായമാണ്.
എന്നാൽ ഈ മൂവ്മെന്റിന്റെ ഫൗണ്ടർ മുൻപ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂല നറേറ്റീവുകളെ സപ്പോർട്ട് ചെയ്തു എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. ചിക്കാഗോയിലിരുന്ന് ഡിജിറ്റൽ ടൂളുകൾ വഴി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഡാറ്റ ശേഖരിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന 99% സാധാരണക്കാരും നിരപരാധികളാണ്. എന്നാൽ അവരുടെ വികാരങ്ങളെ 1% വരുന്ന അദൃശ്യ ശക്തികൾ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം ഡിജിറ്റൽ അട്ടിമറികൾക്ക് ചില സാധ്യതകളുണ്ട്. ഒന്നാമതായി, യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും നിരാശയും ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി, 60 കോടിയിലധികം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുള്ള ഇന്ത്യയിൽ ഒരു ഉള്ളടക്കം അതിവേഗം വൈറലാക്കാൻ സാധിക്കും. മൂന്നാമതായി, വിദേശത്തുനിന്ന് ആസൂത്രിതമായി നിർമ്മിക്കപ്പെടുന്ന ഡിജിറ്റൽ ടൂൾ കിറ്റുകളെ തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ ലിറ്ററസി പലർക്കുമില്ല. ലഡാക്ക് പോലുള്ള തന്ത്രപ്രധാനമായ അതിർത്തികളിൽ പരിസ്ഥിതിയുടെയോ അവകാശങ്ങളുടെയോ പേരിൽ നടക്കുന്ന സമരങ്ങളെ ശത്രുരാജ്യങ്ങൾ ആയുധമാക്കിയാൽ അത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകും. ഉപരിതലത്തിൽ വളരെ ലളിതമായി തോന്നുന്ന ഇത്തരം സോഫ്റ്റ് സാബോട്ടാജുകൾ ഒരു രാജ്യത്തിന് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CJP മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യങ്ങൾ, അതായത് ജഡ്ജിമാർക്ക് വിരമിക്കലിന് ശേഷമുള്ള പദവികൾ നൽകരുത്, പാർലമെന്റിൽ 50% സ്ത്രീ സംവരണം വേണം, മാധ്യമ സ്വാതന്ത്ര്യം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ജനാധിപത്യപരമായി തെറ്റായ കാര്യങ്ങളല്ല. പ്രശ്നം ഈ ആവശ്യങ്ങളിലല്ല, മറിച്ച് ഈ ന്യായമായ ആവശ്യങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആരൊക്കെയാണ് ലാഭം കൊയ്യാൻ നോക്കുന്നത് എന്നതിലാണ്. ഒരു സാറ്റയർ പ്രസ്ഥാനത്തെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ പൊതുജനങ്ങൾക്ക് ദൃശ്യമായാത്ത എന്തു സുരക്ഷാ വിവരങ്ങളാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചത് എന്നതും പ്രസക്തമാണ്. ചരിത്രം നമ്മോട് ഉറക്കെ പറയുന്ന ഒരു സത്യമുണ്ട്. ഒരു സമരം ന്യായമാകുന്നത് അതിലെ ആവശ്യങ്ങൾക്കിണ്ട് മാത്രമല്ല, അതിന്റെ നേതൃത്വം ആർക്ക് മറുപടി നൽകുന്നു, അതിന്റെ ഫണ്ടിംഗ് എവിടെ നിന്ന് വരുന്നു, അതിന്റെ അജണ്ട ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചാണ്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ലഡാക്കിലും തെരുവിലിറങ്ങിയ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ആത്മാർത്ഥതയുള്ള സാധാരണ പൗരന്മാരായിരുന്നു. പക്ഷേ ചെസ് ബോർഡിലെ കരുക്കൾ മാത്രമായിരുന്നു അവർ. കളി നിയന്ത്രിച്ചത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഗ്രാൻഡ് മാസ്റ്റർമാരായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ഡിജിറ്റൽ തരംഗത്തിനു പിന്നാലെ പോകുന്നതിനു മുൻപ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇതിനെ ആരാണ് നയിക്കുന്നത്? ഇതിന്റെ ഫണ്ടിംഗ് എവിടെ നിന്നാണ്? ഇതിനെ പെട്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആംപ്ലിഫൈ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യ എന്നത് ബംഗ്ലാദേശോ പാകിസ്ഥാനോ അല്ല. ഇത് 140 കോടി ജാഗ്രതയുള്ള പൗരന്മാരുടെ രാജ്യമാണ്. ആ ജാഗ്രത തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. ഈ വിവരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും ജിയോ ടെക് സെൻട്രി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. ജയ് ഹിന്ദ്.